സ്പേസ് ഷിപ്പ് എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം? നിങ്ങൾക്കറിയാവുന്നതും അറിയാത്തതുമായ കുറച്ച് അറിവുകൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായി കാണണേ. ബഹിരാകാശത്ത് സഞ്ചരിക്കുവാനും പ്രവർത്തിക്കുവാനും രൂപകൽപ്പന ചെയ്ത വാഹനമാണ് സ്പേസ് ഷിപ്പ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ പേടകം. സ്പേസ് ഷട്ടിൽ നാസ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമായ സ്പേസ് ഷട്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനും ഭൂമിയിലേക്ക് മടങ്ങാനും കഴിവുള്ള ആദ്യത്തെ പ്രവർത്തന ബഹിരാകാശ പേടകമാണ്. 1981 2011 ഇടയിൽ ഇത് മൊത്തം 135 ദൗത്യങ്ങൾ പറത്തി. ക്രൂ അംഗങ്ങളും ഉപഗ്രഹങ്ങളും ശാസ്ത്ര പേലോഡുകളും വഹിച്ചു. സോയൂസ് ബഹിരാകാശ പേടകം റഷ്യൻ സോയൂസ് ബഹിരാകാശ പേടകം 1967 മുതൽ സേവനത്തിലുണ്ട്. കൂടാതെ ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിശ്വസനീയമായ മാർഗമായി തുടരുന്നു. ഇത് അതിന്റെ ദൃഢതയ്ക്ക് പേരുകേട്ടതും നിരവധി പതിറ്റാണ്ടുകളായി ക്രൂഡ് ബഹിരാകാശ ദൗത്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചതുമാണ്. ഇന്റർപ്ലാനറ്ററി പ്രോപ്സ് ബഹിരാകാശ കപ്പലുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ആകാശഗോളങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ശേഖരിക്കുന്നതിനുമായി നാസയുടെ വോയേജർ, ചൊവ്വയുടെ റോവറുകൾ, ക്യൂരിയോസിറ്റി, പെർസിവിയറൻസ് എന്നിവ പോലുള്ള ഇന്റർപ്ലാനറ്ററി പേടകങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സ്പേസ് ടൂറിസം സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ ബഹിരാകാശ വിനോദസഞ്ചാരത്തിനായി ബഹിരാകാശ പേടകങ്ങൾ സജീവമായി വികസിപ്പിക്കുന്നു. ഈ ബഹിരാകാശ പേടകങ്ങൾ വ്യക്തികൾക്ക് ബഹിരാകാശ യാത്ര അനുഭവിക്കാനും ബഹിരാകാശത്തിന്റെ അതുല്യമായ വീക്ഷണകോണിൽ നിന്ന് ഭൂമിയെ കാണുവാനും അവസരം നൽകുന്നു. അയോൺ പ്രൊപ്പൽഷൻ ചില ബഹിരാകാശ പേടകങ്ങളിൽ പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അയോൺ പ്രൊപ്പൽഷൻ. ഈ രീതി അയണുകൾ എന്നറിയപ്പെടുന്ന ചാർജ് കണങ്ങളെ പുറംതള്ളിക്കൊണ്ട് ത്രസ്റ്റ് ഉണ്ടാക്കുന്നു. അയോൺ പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ പരമ്പരാഗത കെമിക്കൽ റോക്കറ്റുകളേക്കാൾ കൂടുതൽ കാര്യക്ഷമമാണ്, എന്നാൽ ദീർഘകാലത്തേക്ക് താഴ്ന്ന ഊന്നൽ നൽകുന്നു. ഇത് ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു. ഇതുപോലുള്ള പുതിയ അറിവുകളിലേക്കായി ബുജിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്കും ചെയ്താൽ ഞങ്ങളുടെ അറിവുകൾ നിങ്ങളിലേക്കും പകരാൻ അതൊരു ഊർജ്ജമാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ. കൂടാതെ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള വിഷയത്തെപ്പറ്റി കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, ബുജി.